ഇറ്റ്സ് മീ സവിത ചാൾസ് ഫ്രം പുത്തുരൻസ്. കലങ്കാരി റണ്ണിങ് ഫാബ്രിക്കിന്റെ കളക്ഷനാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. 139 രൂപ പെർ മീറ്റർ, 48 ഇഞ്ച് വിഡ്ത്തിലാണ് ഫാബ്രിക് വന്നിരിക്കുന്നത്. ഓരോന്നും നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. കലങ്കാരി എന്ന് പറയുന്നത് നമ്മളുടെ എല്ലാവരുടെയും ഓൾ ടൈം ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഡിസൈനും പ്രിന്റും ആണല്ലോ. ഇത് പ്യോർ കലങ്കാരി തന്നെയാണ് കേട്ടോ. അതല്ലാതെ നമ്മൾ ചിലപ്പോൾ കാണിക്കാറുണ്ട് ഈ ക്യാമ്പ്രിക്കിനകത്ത് കലങ്കാരി പ്രിന്റ്. അങ്ങനെയല്ല, നമ്മളിത് ഡയറക്റ്റ്ലി ആന്ധ്രയിൽ നിന്ന് എടുക്കുന്ന ആ ഒരു കലങ്കാരി ഫാബ്രിക് തന്നെയാണ് കേട്ടോ. ഇത് വന്നിരിക്കുന്നത് ഫസ്റ്റ് നമ്മൾ കാണുന്നത് ഒരു കോഫി ബ്രൗൺ കളർ എന്ന് പറയുന്ന ഒരു കളറിലേക്ക് പോകുന്ന പോലത്തെ ഒരു കളറാണ്. കോഫി ബ്രൗൺ അല്ല എങ്കിലും ആ ഒരു കളറിന് മാച്ച് ചെയ്യുന്ന പോലെ അതിനകത്തേക്ക് ബ്ലൂ കളറിലുള്ള പ്രിന്റ് ആണ്. ഇതെല്ലാം ഹാൻഡ് ബ്ലോക്ക് പ്രിന്റിലാണ് വരുന്നത് കേട്ടോ. പ്യുവർ കോട്ടൺ ആണ്. കലങ്കാരി ആയതുകൊണ്ട് ഫസ്റ്റ് വാഷിന് മുമ്പ്, ഞാൻ പ്യുവർ കോട്ടൺ ഒക്കെ ആയതുകൊണ്ട് ഒന്നുകൂടെ പറയാണ്, ഫസ്റ്റ് വാഷിന് മുമ്പ് കളർ ഗാർഡ് ഒന്ന് യൂസ് ചെയ്താൽ നന്നായിരിക്കും. കളർ ഗാർഡ് യൂസ് ചെയ്യേണ്ട ഇതൊക്കെ എല്ലാവർക്കും അറിയാമെങ്കിലും 1-2 പേരൊക്കെ എന്നോട് ചോദിക്കാറുണ്ട്, മെസ്സേജ് വരാറുണ്ട് എങ്ങനെയാണത് യൂസ് ചെയ്യുന്നതെന്ന് കൂടെ ഒന്ന് പറയാനായിട്ട്. ഇപ്പോൾ പറയട്ടെ, നമ്മളൊരു 3 ലിറ്റർ വെള്ളം എടുത്തിട്ട് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആകുന്ന ഏത് ബ്രാൻഡ് കളർ ഗാർഡ് ആണെങ്കിലും യൂസ് ചെയ്യാം. കളർ ഗാർഡ് ഇപ്പോൾ എല്ലാ സൂപ്പർ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ്. അതിൽ നിന്ന് ആ ഒരു കളർ ഗാർഡിൻ്റെ ആ ഒരു ബോട്ടിലിൻ്റെ തന്നെ അടപ്പിനകത്ത് 3 അടപ്പ് 3 ലിറ്റർ വെള്ളത്തിലേക്ക് ഒഴിക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഈ ഫാബ്രിക് അതിനകത്ത് മുക്കി വയ്ക്കുക. അരമണിക്കൂറിന് ശേഷം പിഴിഞ്ഞ് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം മാത്രം നമ്മൾ ഡിറ്റർജൻറ്റ് വാഷ് ചെയ്യാവൂ. അപ്പോൾ കളറ് പോകാതെ തന്നെ നിന്നോളൂ കേട്ടോ. അങ്ങനെയാണ് കളർ ഗാർഡ് യൂസ് ചെയ്യേണ്ട വിധം. ഫസ്റ്റ് വൺ ഞാൻ പറഞ്ഞതുപോലെ ഒരു കോഫി ബ്രൗൺ കളറിനോട് മാച്ച് ചെയ്യുന്ന പോലത്തെ ഒരു കളറിലാണ് വന്നിരിക്കുന്നത്. ഇതെല്ലാം ഈ കലങ്കാരി എന്ന് പറയുമ്പോൾ നമുക്കൊരു സ്പെസിഫിക് ആയിട്ടുള്ള ഡിസൈൻ ആണെന്ന് പറയാൻ പറ്റില്ല. ഇങ്ങനെ ഒരു ജാലി പാറ്റേണിൽ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്ന പോലത്തെ ഒരു ഡിസൈൻസ് ആണ് കേട്ടോ. ഞങ്ങൾക്ക് കലങ്കാരിക്ക് ഒരുപാട് ഡിമാൻഡ് ഉള്ളതാണ്. നമുക്ക് കലങ്കാരി വന്നു കഴിയുമ്പോഴേക്കും തന്നെ, വീഡിയോ ഔട്ട് ആകുമ്പോഴേക്കും തന്നെ എല്ലാം സ്റ്റോക്ക് ഔട്ട് ആവുന്ന പോലത്തെ ഒരു ഫാബ്രിക് തന്നെയാണ്. ഇത് 30s by 30s ആണ് കേട്ടോ. ഞാനത് പറയാൻ വിട്ടുപോയി. ഈ ഫാബ്രിക് തന്നെ പല ത്രെഡ് കൗണ്ടിൽ വരാറുണ്ട്. ഞാൻ 60s ചെയ്യാറുണ്ട്, 40s ചെയ്യാറുണ്ട്. ഈ പ്രാവശ്യം ഞാൻ അധികം തന്നെ എടുത്തിരിക്കുന്നത് 30s ആണ്. അപ്പോൾ 30s ആകുമ്പോൾ ഫാബ്രിക്കിന് കുറച്ചുകൂടി കട്ടി വരും. ഒട്ടും തന്നെ ലൈനിങ്ങിൻ്റെ ആവശ്യം വരുന്നില്ല. തിക്കായിട്ടുള്ള ഫാബ്രിക് ആണ് കേട്ടോ. 60s ഒക്കെ ആകുമ്പോൾ കുറച്ചുകൂടി തിന്നായിട്ടുള്ള ഫാബ്രിക്കാണ്. താഴോട്ട് വരും തോറും, അതായത് 60s 40s 30s അങ്ങനെ വരുംതോറും ഫാബ്രിക്കിൻ്റെ കട്ടി കൂടിക്കൂടിയാണ് വരിക. താഴോട്ട് വരുംതോറും ഫാബ്രിക്കിൻ്റെ കട്ടി കൂടിക്കൂടി വരുന്നു. നെക്സ്റ്റ് ഡിസൈൻ ഒന്ന് നോക്കാം. നെക്സ്റ്റ് വൺ വന്നിട്ടുള്ളത് റെഡിലാണ്. അപ്പം നമ്മൾ ഒരുപാട് നാൾ മുമ്പേ ഇറങ്ങിയിരിക്കുന്ന ഈ ഫാബ്രിക് കലങ്കാരി എന്ന് പറയുമ്പോൾ അപ്പോൾ അവൈലബിൾ ആയിക്കൊണ്ടിരുന്നത് ഈ റെഡ് കളറിനകത്താണ്. നല്ല ഭംഗിയുള്ള ഒരു ഫ്ലോറൽ പാറ്റേണിലാണ്. നമുക്ക് ഈ എന്താ പറയുക, മെഹന്തി യെല്ലോ കളറില്ലേ, ആ കളറാണ് ഇതിനകത്ത് പ്രിൻ്റ് ആയിട്ട് പോയിട്ടുള്ളത്. അതായത് അതും ബ്ലൂവും കൂടെ. അത് എങ്ങനെയാണ് ഇത് വെയർ ചെയ്ത് കഴിയുമ്പോൾ വരുന്നത്. പരുപരുത്തൊരു കോട്ടൺ ആണ് കേട്ടോ, സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ അല്ല. ഇനി ആരെങ്കിലും ഫസ്റ്റ് ടൈം വാങ്ങിക്കാൻ പോകുന്നുണ്ടെങ്കിൽ അവർക്ക് അറിയാൻ വേണ്ടിയിട്ട് പറയുന്നതാണ്. ഈ ഒരു തരം പരുപരുപ്പായിട്ടുള്ള, നമുക്കിങ്ങനെ തൊട്ട് നോക്കുമ്പോൾ ഇങ്ങനെ പരുപരുത്ത തരത്തിലുള്ള ഒരു കോട്ടൺ ഫാബ്രിക് ആണ് കേട്ടോ ഇത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ജാലി പാറ്റേണിൽ തന്നെയാണ്. ഫ്ലോറൽസും ലീവ്സും ഒക്കെ തന്നെയാണ് പ്രിന്റ് വരുന്നത്. ഈ എന്താ പറയുക, ചെറുപയർ പച്ചയുടെ ഒക്കെ ഒരു ലൈറ്റർ ടോണാണ് കേട്ടോ. നമുക്കിത് വെയർ ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു സ്റ്റൈലിലാണ് വരുന്നത്. ഇതിൻ്റെ ഈ മറ്റേ കളർ കാണുന്നത് അകംഭാഗമാണ്. എല്ലാ ഫാബ്രിക്കിനും ഉണ്ടല്ലോ അകവും പുറവും. പ്രത്യേകിച്ച് നമുക്ക് ഹാൻഡ് ബ്ലോക്ക് ആകുമ്പോൾ ഒരു സൈഡിൽ മാത്രമാണല്ലോ അതിൻ്റെ പ്രിന്റ് വരുന്നുള്ളൂ. അല്ലെങ്കിലും എല്ലാം വൺ സൈഡിൽ മാത്രമേ പ്രിന്റ് വരുള്ളൂ. പ്രിന്റ് ഇല്ലാത്ത ഭാഗമാണ് കാണുന്നത്. അതായത് അകംഭാഗമാണ് നമ്മൾ കണ്ടത്. കുറച്ച് മാത്രമേ ഇതിൽ ഓപ്പൺ ചെയ്തുള്ളൂ. നെക്സ്റ്റ് വൺ വന്നിട്ടുള്ളത് ഒരു ലൈറ്റ് ആയിട്ടുള്ള ഒരു സ്മോക്ക് ഗ്രേഡ് ഒരു ലൈറ്റ് ടോണിലേക്കാണത് പോകുന്നത്. അതിനകത്ത് തന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ആ ഒരു മെഹന്തി യെല്ലോയും ബ്ലൂവും അതുപോലെ ഒരു ബ്ലാക്ക് ആ ഒരു കളറിലുമുള്ള പ്രിന്റുകളാണ് പോകുന്നത്. ഇങ്ങനെയായിരിക്കും ഇത് വെയർ ചെയ്ത് കഴിയുമ്പോൾ വരുന്നത്. ഇതെല്ലാം തന്നെ ഒരു ഡിസൈൻ തന്നെ നമ്മൾ ഹാൻഡ് ബ്ലോക്ക് പ്യുവർ കോട്ടണിലുള്ള ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് കൊണ്ടുവന്ന് പറഞ്ഞതുപോലെ ഒരു താണെന്ന് പറയുമ്പോൾ ഒരു 10 മീറ്ററിൻ്റെ അടുത്തേ കാണുകയുള്ളൂ. അപ്പോൾ ഓരോ ഡിസൈൻസ് അത്ര മാത്രമേ ഇതിനകത്ത് അവൈലബിൾ ആവുകയുള്ളൂ കേട്ടോ. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഒരു കോഫി ബ്രൗൺ കളറാണ്. ആദ്യം കണ്ടതിനേക്കാളൊക്കെ നന്നായിട്ടൊരു ബ്രൗൺ ആയിട്ടുള്ള ഒരു കളറിലേക്കാണ് ഇത് പോകുന്നത്. ഇതൊരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസിൻ്റെ ഒരു പ്രിൻ്റാണ് ഇതിനകത്ത് പോകുന്നത്. അതായത് ചെണ്ട, മദ്ദളം അങ്ങനത്തെ ആ ഒരു ഇൻസ്ട്രുമെൻസ് ഒക്കെ പോലത്തെ ഒരു ഡിസൈനാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. ഒരുപാട് പേർക്കൊക്കെ ഈ ഒരു ഡിസൈൻ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഡിസൈൻ ആയതുകൊണ്ടാണ് ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. 139 രൂപ തന്നെയാണ് ഇതിൻ്റെയൊക്കെ പ്രൈസ് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നതും ഗ്രീനാണ്. ഗ്രീനും പീച്ചും കൂടെ ആയിട്ടുള്ളൊരു കോമ്പിനേഷൻ. അപ്പോൾ ഇത് ഫസ്റ്റ് ടൈമായി ഇന്നത്തെ നമ്മുടെ വീഡിയോനകത്ത് വന്നിട്ടുള്ളത്. നല്ല ഭംഗിയുള്ള ഒരു സ്റ്റാർ ഡിസൈൻ പോലത്തെ ഒരു പ്രിൻ്റാണ് ഇതിനകത്ത് പോകുന്നത്.
ഇങ്ങനെയായിരിക്കും ഈ ഒരു ഡിസൈൻ നമ്മൾ വെയർ ചെയ്ത് കഴിയുമ്പോൾ വരുന്നത് കേട്ടോ. പരിപുരത്ത കോട്ടൺ തന്നെയാണ്. ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് റെഡ് ആണ്. ഇത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ തന്നെ ഇതിനകത്തൊരു പേസ്ലി ഡിസൈൻ അല്ലെങ്കിൽ മാംഗോ പ്രിന്റ് ആണ് ഇതിനകത്ത് പോകുന്നത്. ഞാൻ കാണിച്ചു തരാം. നമ്മൾ വെയർ ചെയ്ത് കഴിയുമ്പോൾ ഒരു സ്റ്റൈലിലാണ് ഇതിൻ്റെ പ്രിന്റ് പോകുന്നത്. നമ്മൾ ഇന്ന് കണ്ടത് പ്യുവർ കലങ്കാരിയിലുള്ള റണ്ണിങ് ഫാബ്രിക് പരിപുരത്ത കോട്ടൺ ആണ്. 30s by 30s ആണ് ഇതിൻ്റെ ത്രെഡ് കൗണ്ട് വന്നിരിക്കുന്നത്. 139 rupees പെർ മീറ്ററിലാണ് പ്രൈസ് വന്നിരിക്കുന്നത്. 48 ഇഞ്ചാണ് ഇതിൻ്റെ വിഡ്ത്ത് വരുന്നത്. അപ്പം നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതിൻ്റെ സ്ക്രീൻഷോട്ട് ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്താൽ മതി. സ്റ്റിച്ച് ചെയ്ത് വേണമെന്നുള്ളവർ 8891060225 ഒന്ന് കോൺടാക്ട് ചെയ്യണേ. അതുപോലെ തന്നെ ഒന്നുകൂടെ പറയുകയാണ്, പ്യുവർ കോട്ടൺ ആണ്, പ്യുവർ കലങ്കാരിയാണ്. അപ്പോൾ ഫസ്റ്റ് വാഷിന് മുമ്പ് കളർ ഗാർഡ് ഒന്ന് യൂസ് ചെയ്താൽ നന്നായിരിക്കും. ഞങ്ങളുടെ കളക്ഷൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പേജ് ഫോളോ ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.